Psalms 145 verse 18. 1:8. 145-ന്റെ 18-ാമത്തെ വാക്യം ആമേൻ ഞാൻ നിങ്ങൾക്കായിട്ട് വായിക്കുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ആമേൻ. ഹല്ലേലൂയ. നല്ല ഒരു ആമേൻ പറഞ്ഞ് ഈ പ്രഭാതത്തില് ആമേൻ ഈ വാഗ്ദത്ത വചനത്തെ ഏറ്റെടുത്തോണം. ഇതിനെ എനിക്ക് ഇന്നലെ കർത്താവ് ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വേദഭാഗമാണ്. വേദഭാഗം മാത്രമല്ല, അതിനകത്തൊരു പ്രത്യേകമായ ഒരു വേർഡ് എന്നോട് കർത്താവിനോട് സംസാരിച്ചു. ആ വേർഡ് ഇങ്ങനെയാണ്: മറക്കാത്ത ദൈവം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മറക്കാത്ത ദൈവത്തെ കുറിച്ച്. മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ആമേൻ മറക്കാത്ത ദൈവത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മളുടെ ജീവിതത്തിനകത്തിൽ, ആത്മീക ജീവിതത്തില് ആമേൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോ ആമേൻ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഹല്ലേലൂയ, എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്, എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഈ പ്രഭാതത്തിൽ പറയട്ടെ, ആമേൻ നമ്മൾ നിരവധി പ്രോബ്ലംസുകൾ നമ്മൾ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ. ആ പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുമ്പോൾ അതിന്റെയൊക്കെ ആ ഒരു പീക്ക് പോയിന്റിനകത്ത് നിൽക്കുമ്പോൾ, അതുപോലെ വേദനാജനകമായ കാര്യങ്ങൾക്കകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആമേൻ എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. കാരണം അതിനകത്ത് സേവ് ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്ന ആമേൻ ഒരു നല്ല കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, മറക്കുന്ന ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമേൻ സ്തോത്രം, വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളോട് കൂടെ ഇരിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരം. ആമേൻ എത്ര പേർക്ക് അതിനകത്ത് നല്ലൊരു ആമേൻ പറയാൻ കഴിയും? എന്നൊരു പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ നമ്മളെ തികച്ചും നമ്മളെ വ്യത്യസ്തമായ തലത്തിലൂടെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ ലോകത്തിന്റെ ജീവിതങ്ങൾ മുഴുവനും അല്ലെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ മറന്നാലും, ആമേൻ സ്തോത്രം, അപ്പനും അമ്മയും മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, സഭയിലുള്ളവർ മറന്നാലും, ലോകത്തിലുള്ളവർ സകലവരും മറന്നാലും, ആമേൻ സ്തോത്രം, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു നല്ല കർത്താവിന്റെ സാന്നിധ്യം. ആമേൻ അത് തിരിച്ചറിയുന്നവർ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ സ്തോത്രം മൗനമായിരിക്കരുത്. ആമേൻ നല്ല ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുത്തുകൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ആമേൻ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ച് ആമേൻ സ്തോത്രം ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുമായി കണക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ ആമേൻ കർത്താവ് നമ്മളോട് സംസാരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിന്റെ ആമേൻ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായിട്ട് അത് വായിക്കും. ആമേൻ സ്തോത്രം. അതിങ്ങനെയാണ് പറയപ്പെടുന്നത്: എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം, എന്റെ പ്രതിയോഗി ആർ? അവനിങ്ങ് വരട്ടെ. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, അതായത് എന്നെ സംരക്ഷിക്കുന്നവൻ എന്റെ സമീപത്തുണ്ട്. ആമേൻ. എന്നോട് വാദിക്കുന്നവർ ആർ എന്ന് വെച്ചാൽ എന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി എന്നോട് പ്രതികരിക്കാൻ കഴിയുള്ളൂ. എന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ദൈവമായിട്ട് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്. പക്ഷെ എന്നോട് വാദിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ആമേൻ. നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം, എന്റെ പ്രതിയോഗി ആർ? അവനിങ്ങ് വരട്ടെ. ഇത്ര ധൈര്യത്തോടുകൂടി ആമേൻ പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മറക്കാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ദൈവ സാമീപ്യം കൂടെ ഇരിക്കണം. ദൈവ സാമീപ്യം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ആമേൻ ഡിവൈസുകൾക്ക് അകത്തിരിക്കുന്ന ഓരോ വ്യക്തികളും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുന്നു, ദൈവ സാമീപ്യം കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ നമ്മളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ആമേൻ ഒരു വ്യക്തിക്ക് പോലും അതിന് കഴിയത്തില്ല. കാരണം നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ കരം അത് ഏറ്റവും ബലമുള്ള കരമാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നല്ല ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോളം ഈ പ്രഭാതത്തിൽ. ആമേൻ. ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. കാരണം അത്രയ്ക്കും ബലമുള്ള, സാമീപ്യമുള്ള, ഏറ്റവും എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരു സാന്നിധ്യം. ഹല്ലേലൂയ, സ്തോത്രം. അത് മറ്റാരെ കൊണ്ടും കഴിയത്തില്ല. അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം ആമേൻ, നിന്നോട് വാദിക്കുന്ന ശക്തിയെ കാണുവാൻ കഴിയുന്നത് ആമേൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയപ്പെടുന്നു, ആമേൻ, 3 ബാലന്മാരെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിന്റെ ആമേൻ മുൻപിൽ അകപ്പെട്ടു പോയ 3 ബാലന്മാർ. അവർ 3 ബാലന്മാർ ഒരേ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ആമേൻ. ഇങ്ങനെയാണ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ആമേൻ ഞങ്ങളെ ഉപേക്ഷിച്ചാലും ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളെ തള്ളിക്കളയാത്തവനായിട്ടുള്ള ഒരു ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, അവരെ ആ തീക്കകത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ അവരെ സംരക്ഷിച്ചത്. ഹല്ലേലൂയ. അവർ നിൽക്കുന്ന ഇടത്ത് അവർക്ക് അങ്ങനെ പറയാൻ ധൈര്യത്തോട് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവർ ആ ദൈവ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് അനുഭവിച്ചു കഴിഞ്ഞു. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും അവരെ സംരക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ആമേൻ അവർ മനസ്സിലാക്കി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ആ തീച്ചൂളയ്ക്കകത്തിലേക്ക് കൊണ്ടിടുവാനായിട്ട് അവരെയും കൊണ്ട് 7 മടങ്ങ് തീച്ചൂള കത്തി നിൽക്കുമ്പോൾ അവരെ കൊണ്ടിടുവാൻ തക്കവണ്ണമായിട്ട് ആമേൻ, സ്തോത്രം, പടയാളികൾ അവരെ പിടിച്ചുകൊണ്ടുപോയി അതിനുശേഷം അവരെ അതിനകത്തിലേക്ക് എടുത്തെറിയാൻ തുടങ്ങുന്ന സമയത്ത് ഹല്ലേലൂയ, അതിന് മുന്നമേ തന്നെ കൊണ്ടിടാൻ പോയവന്റെ ആമേൻ, സ്തോത്രം, ശരീരം വെന്തു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. ഞാനിങ്ങനെ പറയും, ആമേൻ, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമേൻ, സ്തോത്രം, അവരെ അതിനകത്തിലേക്ക് കൊണ്ടിടാൻ പോയവർ ആമേൻ, സ്തോത്രം, അവരുടെ ശരീരത്തിനകത്തില് പൊള്ളലേറ്റു. അപ്പോൾ അവർക്ക് അതിലേക്ക് അവരെ പിടിച്ചിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആമേൻ, സ്തോത്രം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവരെ അതിനകത്തിലേക്ക് പിടിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെക്കൻഡിനകത്ത് ആമേൻ നെബൂഖദ്നേസർ രാജാവ് ഒരു കാഴ്ച കാണുകയാണ്. നെബൂഖദ്നേസർ കാഴ്ച കാണുന്നത് ഇങ്ങനെയാണ്, ആമേൻ, സ്തോത്രം, 4ാമതായി ഒരുവനെ കണ്ടു. ആമേൻ. എന്ന് വെച്ചാൽ ആമേൻ, സ്തോത്രം, ഈ 3 ബാലന്മാർക്ക് കാണാൻ കഴിയാത്തത് നെബൂഖദ്നേസറിന്റെ കണ്ണിനകത്ത് ദൈവം കാണിച്ചു കൊടുത്തു. ദൈവ സാമീപ്യം ആമേൻ ഹല്ലേലൂയ ആരറിഞ്ഞു? അതായത് ശത്രു അറിഞ്ഞു ആമേൻ അവരുടെ കൂടെ 4ാമതായി ഒരുത്തനുണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ അവന്റെ അകത്ത് കത്തുന്ന ആത്മാവിനെയാണ് നെബൂഖദ്നേസർ രാജാവ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നമ്മുടെ അകത്ത് കത്തുന്ന ദൈവത്തിന്റെ ആത്മാവിനെയാണ് ശത്രു കണ്ടത്. ഹല്ലേലൂയ. ഇന്നുവരെ ആമേൻ എന്റെയും നിങ്ങളുടെയും കൂടെയുള്ള ആ ആത്മസാന്നിധ്യം ഉണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. മാറാത്തവനായി, മറക്കാത്തവനായി നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ. ആമേൻ. അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ തോൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഒരു വിഷയത്തിനും നമ്മളെ തകർക്കുവാനായിട്ട് നമ്മളെ ആമേൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 8-ാമത്തെ വാക്യം പറഞ്ഞു, എന്നെ നീതീകരിക്കുന്നവൻ ആമേൻ ഹല്ലേലൂയ സമീപത്തുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ആമേൻ ബലപ്പെടുത്തുന്നവൻ എന്റെ സമീപത്തുണ്ട്. എന്നോട് വാദിക്കുന്നവനാർ. ഒരു ശത്രുവിനും നമുക്ക് ആമേൻ നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് പറയുകയാണ്, എന്റെ പ്രതിയോഗി ആർ? അവനിങ്ങ് വരട്ടെ. ആമേൻ, സ്തോത്രം. അവനിങ്ങ് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവൻ എന്റെ അടുത്ത് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. അവൻ എന്നിൽ നിന്നും ദൂരെ മാറേണ്ടി വരും. അവൻ എന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല. കാരണം ആമേൻ നിന്നെയോ എന്നെയോ തകർത്ത് കളയാൻ കൊടുക്കുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ആമേൻ. സർവശക്തനായ നീതിയുള്ള ദൈവത്തിന്റെ കരത്തിനകത്താണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആമേൻ കർത്താവിനെ ആമേൻ നന്നായിട്ടൊന്ന് സ്തുതിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. ഒരു ജസ്റ്റ് ആമേൻ നമ്മൾക്കൊരു കൺഫർമേഷൻ തരികയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ ജോൺ ചാപ്റ്റർ 4:24 ആണ് ഞാൻ വായിച്ചത്. ആമേൻ ആമേൻ ഹല്ലേലൂയ. ദൈവം ആത്മാ, God is spirit, and those who worship him must worship him in spirit and in truth. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവൻ
ആമേൻ. നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം തൊട്ട് പറയുന്നത്, യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അടുത്ത സെക്കൻഡിൽ ആമേൻ അവനെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം പിശാച് ആമേൻ അവനിലൂടെ അടുത്തു ചെന്നു. അതുവരേക്കും പിശാചിന് അവനോട് ആമേൻ സ്തോത്രം അവനെ ആവശ്യമില്ലായിരുന്നു. എപ്പോഴാണ് ആമേൻ യേശുവിന്റെ കൂടെ ചെന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങിയപ്പോൾ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ആത്മാവിന്റെ സാന്നിധ്യം ഒരുവന്റെ അകത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇവനിൽ ചിലതുണ്ട്, ഇവനിലൂടെ ചിലത് സംഭവിക്കും. ഇവൻ ആത്മാവിലാണ് നിലനിൽക്കുന്നവൻ, ഇവൻ പറഞ്ഞാൽ ചിലത് സംഭവിക്കും. ആമേൻ ഹല്ലേലൂയ. ലോകത്തിന്റെ ശക്തികൾ ആമേൻ ഇവനിൽ നിന്ന് മാറിപ്പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവനിൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല എന്നുള്ള ആമേൻ ഹല്ലേലൂയ അങ്ങനെ ഒരു ബോധം ആമേൻ പിശാചിന്റെ അകത്ത് വന്നു. അതുകൊണ്ടല്ലേ പിശാച് യേശുവിനെ പിന്തുടരാനായിട്ടിടയായി തീർന്നത്. ആമേൻ ഹല്ലേലൂയ. ആദ്യം കല്ലെടുത്തു കൊടുത്തു. എന്താ സംഭവിച്ചത്? വിശന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യത്തെ ആമേൻ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാനുള്ള ഹല്ലേലൂയ സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യേശുവിന്റെ കരത്തിൽ അപ്പം എത്തിയപ്പോൾ അത് അപ്പം തന്നെ ചെയ്യും. കാരണം യേശു ആമേൻ തന്റെ പ്രവർത്തികൾ ഓരോന്നോരോന്ന് ആരംഭിക്കുമ്പോഴും ആമേൻ അപ്പനോട്, അതുകൊണ്ടാണ് പറയുന്നത് കാനാവിലെ കല്യാണത്തിന് ആമേൻ യേശു ആമേൻ ഭരണിക്കകത്ത് വെള്ളം നിറയ്ക്കാൻ വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു. വക്കോളം നിറയ്ക്കുക. ഇനി അതിനകത്തിൽ വേറൊരുത്തിന് അതിനകത്തിൽ കയറി ആമേൻ പ്രോബ്ലംസ് ഉണ്ടാക്കരുത്. വക്കോളം നിറയ്ക്കുക. ഇതിനകത്തൊന്നും ചേർക്കുകയും ചെയ്യരുത്. ആമേൻ സ്തോത്രം. എന്ന് വെച്ചാൽ വേറെ ഒരു സംഭവം ഇതിനകത്തിൽ ആഡ് ചെയ്തതായിട്ട് അറിയാൻ പാടില്ല. ഇതിനെ വക്കോളം നിറയ്ക്കുക. മറ്റുള്ളവർ അതിനകത്തിലേക്ക് കയറി വരരുത്. മറ്റുള്ളവരുടെ വാക്കുകൾ അതിനകത്തിലേക്ക് കയറി വരരുത്. നീ മാത്രമായിരിക്കണം അതിനകത്തുള്ളത്. എന്ന് വെച്ചാൽ ആത്മാവിന്റെ സാന്നിധ്യത്തിനകത്തു നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചെയ്യുവാൻ ആമേൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുവദിക്കും. വക്കോളം നിറയ്ക്കുവാൻ പറഞ്ഞു. അതിനു മുൻപ് ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്. യേശു ആമേൻ ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറിയ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ആമേൻ ഈ വീട്ടിലെ വീഞ്ഞ് കഴിഞ്ഞുപോയി. ഈ വീഞ്ഞു കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡിനകത്തിൽ യേശു ആമേൻ മറിയോട് പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡിനകത്തില് യേശു ആ നിന്ന മനുഷ്യത്വമായി നിന്ന സ്ഥലത്ത് നിന്നും യേശു അടുത്ത ദൈവത്വത്തിലേക്ക് മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശാരീരികമായിട്ടുള്ള മേഖലയ്ക്കകത്തെല്ലാം വ്യത്യസ്തത സംഭവിക്കുവാൻ തുടങ്ങി. ആ സമയത്താണ് ആമേൻ മറിയ ആമേൻ ഹല്ലേലൂയ വേഗത്തിൽ അവിടെ നിന്നും ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നത്. നമ്മുടെ ജീവിതത്തിനകത്തിൽ ആത്മീയതയെ, നമ്മുടെ ജീവിതത്തിനകത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടുമ്പോൾ ആമേൻ അത് ആമേൻ അടുത്തവനത് മനസ്സിലാകാൻ തുടങ്ങും. അടുത്തവർക്കത് മനസ്സിലാകാനായിട്ട് തുടങ്ങും. കാരണം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ഒരു ശത്രുവിനും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ആമേൻ ഒരു പൈശാചിക അന്ധകാരത്തിന്റെ ശക്തികൾക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആമേൻ ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത്, ആമേൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. സങ്കീർത്തനം അതിന്റെ 16-ാം അധ്യായം, സങ്കീർത്തനം 16 അതിന്റെ 8-ാമത്തെ വാക്യം, 16:8. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. പുറകിലെന്നല്ല പറഞ്ഞത്, എന്റെ മുൻപിലെന്നാണ് പറഞ്ഞത്. യേശു കർത്താവിനെ നമ്മുടെ മുൻപിലാണ് നിൽക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവ്.
ആത്മാവിനെയാണ് മുൻപിൽ നിർത്തി. ആരാണ്? പരിശുദ്ധയാത്മാവിനെയാണ് മുൻപിൽ നിർത്തിയിരിക്കുന്നത്. പരിശുദ്ധയാത്മാവ് നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ചോദ്യം ചോദിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ ആമേൻ ഗ്ലോറി ആയിരിക്കും. ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും താമസിച്ച സമയത്ത് പിശാച് ദൂരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഓരോ നിമിഷങ്ങളും അവൻ അവരിലേക്ക് അടുക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അടുക്കാൻ കഴിയത്തില്ല. പക്ഷെ അവൻ എപ്പോഴാണ് അടുത്തതെന്ന് അറിയാമോ? അവന്റെ വാക്കുകളെ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? പിശാചിന്റെ വാക്കുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലേക്ക് അവൻ കൂടുതൽ അടുത്തു വരാൻ തുടങ്ങി. അവിടെയാണ് അവരുടെ ജീവിതത്തിനകത്തില് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത്. നമ്മുടെ ആത്മാവിനെ പിശാചിലേക്ക് നമ്മൾ തന്നെ ചേർത്ത് കൊടുക്കാൻ തുടങ്ങിയാൽ ആമേൻ സ്തോത്രം, നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യസ്തത ഉണ്ടാകാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിനകത്തില് അപകടകരമായ മേഖലയ്ക്കകത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അതാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തലമുറകൾ നഷ്ടപ്പെടുന്നു. ആമേൻ. ഓരോ ജീവിതങ്ങളും ഈ ഭൂമിയിൽ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമത്തത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ചെറിയ കാര്യങ്ങൾ കാണിച്ച് അവന് ലോകത്ത് ഓരോ വ്യക്തികളെയും തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവുള്ളവനെ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. യേശുവിന്റെ രക്തം മുൻപിൽ ആമേൻ അതിന് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയും, ഒരു ശത്രുവിന് നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഒന്ന് രണ്ട് നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ചിരുന്നു പ്രഭാതത്തിൽ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആമേൻ, അങ്ങന്റെ കൂടെ നിൽക്കുന്നതിനാൽ, അങ്ങന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതിനാൽ ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. I have set the Lord always before me, because he is at my right hand. I will not be shaken. ഞാൻ ഒരിക്കലും പതറിപ്പോകത്തില്ല. ഞാൻ ഒരിക്കലും ആമേൻ വ്യത്യസ്തനാകത്തില്ല. ഞാൻ എന്റെ യേശുവിന്റെ കൂടെയുള്ള ജീവിതമാണ്. ഒരു സങ്കീർത്തനം കൂടെ വായിച്ചു ഞാൻ അതിനെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 34:18. Psalms 34:8. Sorry. 34:8. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. The Lord is near those who are of broken heart. ഹൃദയം നുറുങ്ങിയവരെ, ഹൃദയം തകർന്നവരെ, and saves those who are crushed in spirit. ഇതാണ് മറക്കാത്ത ദൈവം. ഹൃദയവും ദുർഗത്തോടുകൂടി പ്രതികൂലങ്ങൾക്കകത്തിരുന്നുകൊണ്ട് ആമേൻ സംസാരിക്കുന്ന എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിനകത്തിൽ ഇങ്ങനെയുള്ള ചില മേഖലകൾക്കകത്തൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ആമേൻ. കർത്താവ് പറയുന്നു, ആമേൻ, ഞാൻ നിനക്ക് സമീപസ്ഥനാണ്. നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടത, നീ ഒന്നിനെ കുറിച്ച് വിഷമിക്കേണ്ട. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കരം നിനക്കുണ്ട്. നിന്റെ പ്രതികൂലങ്ങൾക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്ന ഒരു കരമുണ്ട്. ഈ പ്രഭാതത്തിൽ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ, ഹല്ലേലൂയ. ആ കരത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ ആ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് കടന്നു വരട്ടെ. ഹോളി സ്പിരിറ്റ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം, കരയുന്ന പ്രവാചകൻ പറയുന്നു, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നു, ദൂരസ്ഥനായ ദൈവമല്ലല്ലോ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരിക്കലും നമ്മുടെ കർത്താവ് ആമേൻ ദൂരസ്ഥനായിരിക്കത്തില്ല. അവനെപ്പോഴും അടുത്ത് തന്നെയുണ്ട്. നമ്മൾ ആ സാമീപ്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിന്റെ വില മനസ്സിലാകുന്നത്. ആ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ നിമിഷം വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അതിനു മുൻപ് ആമേൻ നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷിക്തൻ ജയേഷ് പാസ്റ്റർ ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായി. പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദി. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുപാദപീഠത്തിൽ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന ഈ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ 13 കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽ കർത്താവ് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിമ ഹൃദയം തുടങ്ങിയതൊക്കെ യഹോവ സമീപസ്ഥനായ കർത്താവ് ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് ദൈവജനം കർത്താവ് ഏത് വിഷയത്തിനകത്തൂടെ കടന്നു പോകുന്നു, അവരുടെ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ കരം അവർക്ക് വേണ്ടി ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ പ്രവൃത്തികൾ ഇന്ന് പ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിൽ കർത്താവ് അവർ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളുടെ മേലും സ്വർഗീയ കരങ്ങൾ ചലിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മഹത്വം കൊടുത്ത കർത്താവ് 3 ബാലകന്മാരെ കർത്താവ് തീകുണ്ടത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ കർത്താവ് ഈ 13 കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് ശാരീരികമായുള്ള, ആത്മീയമായുള്ള, ഭൗതിക തലത്തിൽ കർത്താവ് അവരെ കർത്താവ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവിക കരങ്ങൾ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദാസനെയും കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവ് അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം. കർത്താവ് ദൈവം ദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കർത്താവ് കടന്നു വന്ന കർത്താവ് എല്ലാ കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.